രാജ്യമെങ്ങും സ്നേഹത്തിന്റെ കട തുറക്കാൻ ആഹ്വാനം ചെയ്ത് ഭാരത് ജോഡോ യാത്ര നമ്പർ 2 സഞ്ചരിക്കുന്ന കോൺഗ്രസ് നേതാവും നമ്മുടെ വയനാട് എംപിയുമായ രാഹുൽ ഗാന്ധിക്ക് ദേഷ്യം വന്ന് കണ്ടിട്ടുണ്ടോ? സാധ്യത കുറവാണെന്നാണ് എല്ലാവരും പറയുന്നത്. സീതാപൂരിൽ നടന്ന കിസാൻ റാലിക്കിടെ രാഹുൽ ഗാന്ധിക്ക് നേരെ ചെരുപ്പേറുണ്ടായപ്പോൾ ഇനിയും എറിഞ്ഞോളൂ, ഞാൻ പേടിക്കില്ലെന്ന് പറഞ്ഞ അതേ മിസ്റ്റർ കൂൾ രാഹുൽ ഗാന്ധിക്കാണ് ഇപ്പോൾ നിയന്ത്രണം വിട്ടിരിക്കുന്നത്. ഭാരത് ജോഡോ യാത്ര റായ്ബറേലിയിൽ എത്തിയപ്പോഴാണ് സംഭവം. ആൾക്കൂട്ടത്തിനിടയിൽ രാഹുൽ ഗാന്ധി സംസാരിച്ചു കൊണ്ടിരിക്കവേ കൂട്ടത്തിലെ ഒരു ജേർണലിസ്റ്റ് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ സംവദിക്കാൻ അനുവദിക്കുന്നില്ലെന്ന് ഉറക്കെ പരാതി പറഞ്ഞു. ഇത് കേട്ട ഉടൻ രാഹുൽ ഗാന്ധി തങ്ങളുടെ പേരെന്താണെന്ന് ഉറക്കെ ചോദിച്ചു. പിന്നാലെ നിങ്ങളുടെ TV ചാനലിന്റെ ഉടമയുടെ പേരും പറയാൻ ആക്രോശിച്ചു. പിന്നാലെ അയാൾ ദളിതനാണോ OBC ആണോ എന്നും രാഹുൽ ഗാന്ധി ചോദിച്ചു. രാഹുലിന്റെ ചോദ്യം തീരും മുൻപേ കോൺഗ്രസ് പ്രവർത്തകർ അടങ്ങിയ ജനക്കൂട്ടം ജേർണലിസ്റ്റിനെ മർദ്ദിക്കാൻ തുടങ്ങി. രാഹുൽ മൈക്കിലൂടെ അയാളെ അടിക്കരുതെന്ന് വിളിച്ചു പറഞ്ഞെങ്കിലും ആൾക്കാർ എവിടെ കേൾക്കാൻ? ഇത് ദേശീയ മാധ്യമങ്ങളിൽ വൈറലായി. യഥാർത്ഥത്തിൽ ഇന്ത്യൻ വാർത്താ മാധ്യമങ്ങളിലേറെയും സവർണർ ആധിപത്യം പുലർത്തുന്നുവെന്നാണ് രാഹുൽ പറയാൻ ശ്രമിച്ചത്. ദളിതർ കുറവാണെന്ന് ജേർണലിസ്റ്റിനെ കൊണ്ട് പറയിപ്പിക്കാനാണ് രാഹുൽ ശ്രമിച്ചത്. പക്ഷേ സംഭവം കയ്യിൽ നിന്നുപോയി. വേറൊരു പുലിവാലും രാഹുൽ പിടിച്ചു. അയോധ്യയിൽ രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് ആരൊക്കെ പോയെന്ന് രാഹുൽ പ്രസംഗത്തിൽ ചോദിക്കാറുണ്ട്. ദളിതരാരും പോയിട്ടില്ല. പകരം ഐശ്വര്യ റായ് ഉൾപ്പെടെയുള്ള സവർണ പ്രമുഖരാണ് ചടങ്ങിൽ പങ്കെടുത്തതെന്ന് അദ്ദേഹം ആവർത്തിച്ച് പ്രസംഗിച്ചു. ഇത് പക്ഷേ രാഹുലിന്റെ സ്ത്രീവിരുദ്ധതയാണ് ഈ പ്രസംഗത്തിന് പിന്നിലെന്ന് എതിരാളികൾ ആരോപിച്ചു. കഴിഞ്ഞ ഭാരത് ജോഡോ യാത്രക്കിടെയും രാഹുലിന് ദേഷ്യം പിടിച്ചിരുന്നു. യാത്ര 100 ദിനം പിന്നിട്ട് ഹരിയാനയിലെത്തിയപ്പോൾ രാഹുൽ അണികളോട് ദേഷ്യപ്പെടുന്ന വീഡിയോ അന്ന് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു. അന്ന് വേദിയിൽ നേതാക്കളുടെ നടുവിൽ നിൽക്കുന്ന രാഹുൽ ഗാന്ധിയുടെ അടുത്ത് നിന്ന് ഒരാൾ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുന്നതും രാഹുൽ ഗാന്ധി ഫോൺ തട്ടിമാറ്റുകയും ചെയ്തിരുന്നു. കൂടെ നിന്ന ചിലരോട് രാഹുൽ ഇതിന്റെ ദേഷ്യം പ്രകടിപ്പിക്കുന്ന ദൃശ്യം അന്ന് BJP നേതാക്കൾ വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നു.